തൃശൂരിലെ കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം എന്ന് പരാതി. ദേശമംഗലം സ്വദേശി അധ്യാപകൻ കനകകുമാറിനെതിരെ പോക്സോ കേസെടുത്തു. അധ്യാപകനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. ക്ലാസ്സിൽ വെച്ച് കുട്ടികളോട് ഈ ലൈംഗികാതിക്രമം നടത്തി എന്നാണ് ഈ കുട്ടികൾ നൽകിയ പരാതി. ഈ പരാതി ആദ്യം നൽകുന്നത് കലാമണ്ഡലം അധികൃതർക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം കലാമണ്ഡലം നടത്തുകയും അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചെറുതുരുത്തി പോലീസിന് ഈ പരാതി കൈമാറുകയായിരുന്നു. ഈ ക്ലാസ്സിൽ മദ്യപിച്ചെത്തി ഈ കുട്ടികളോട് അപമര്യാദയായി പെരുമാറി എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കനകകുമാറല്ല, ഒന്നും പറയണില്ല. ഇവനെപ്പോലുള്ള ആളുകളൊക്കെ എന്തിനാണ് ഈ ഇവിടെ കലാമണ്ഡലത്തിലൊക്കെ പിടിച്ച് ഇരുത്തിയത്? അത് നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ഡിസ്മിസ് തന്നെ ചെയ്യിക്കണം. വി ശിവൻകുട്ടി സാറ് പറഞ്ഞ പോലെ ഇത്തരം പോക്സോ കേസ് പ്രതികളായ ഒരാളെ ജോലിക്ക് കയറ്റില്ല. തീർച്ചയായിട്ടും ഇനി ജോലി തിരികെ പ്രവേശിക്കാൻ പറ്റില്ല. ആ രീതിയിലാക്കി വിടണം. ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വയ്ക്കുന്ന അറിവുകൊണ്ട് നമുക്ക് വെളിച്ചം വരുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ പുള്ളി കിടന്ന് കാണിച്ച ആ മാതിരി ഇരുട്ടിലേക്കാണ് തള്ളിവിടുന്നത്. ഒരു അധ്യാപനം ചെയ്യണം. കലാമണ്ഡലം എന്ന് പറഞ്ഞപ്പോൾ നല്ല ആ മനുഷ്യൻ വള്ളത്തോൾ അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു സ്ഥാപനമാണ് കലയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് ഈ മാതിരിയുള്ള ചട്ടത്തരങ്ങൾ. ഇതിനു മുമ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൽ റേപ്പല്ല, പോക്സോ കേസല്ല, ഇതിനു മുമ്പ് അടിയൊക്കെ കൊണ്ട് എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു കേട്ടു. അതുപോലെ തന്നെ രാമകൃഷ്ണനും കലാമണ്ഡലത്തിനെ കുറിച്ചൊരു രീതി പരാമർശിച്ചിരുന്നു. അതായത് തനിക്ക് അവിടെ മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു മഹാകവി വള്ളത്തോൾ പണികഴിപ്പിച്ച സ്ഥാപനമാണ്. അതിൻ്റേതായ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ മാതിരിയുള്ള എണ്ണത്തിനൊക്കെ ഇതുപോലുള്ള എണ്ണങ്ങളൊക്കെ പിടിച്ച് അവിടെ നിന്ന് പുറത്താക്കുക മാത്രമല്ല, സസ്പെൻഡ് പോരാ, പുറത്താക്കണം. അവിടെ പുണ്യാഹം തെളിച്ച് ശുദ്ധീകരിക്കണം. ഇതുപോലുള്ള കലാമണ്ഡലത്തിൽ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന, അത് കലാമണ്ഡലത്തിൽ നിന്നല്ല, ഏത് സ്ഥാപനത്തിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എന്തിലാണെങ്കിലും നമുക്ക് ചീത്തപ്പേര് കേൾപ്പിക്കുക അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ രീതി നടപടി അതിൻ്റെ അധികൃതർ എടുക്കണം.